പേജ്മേക്കർ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതിനായി ഡെസ്ക്ടോപ്പിൽ ഇതുപോലെ അഡോബ് പേജ്മേക്കറിന്റെ ഷോർട്ട് കട്ട് ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാംസ് മാനേജർ വഴി അഡോബ് പേജ്മേക്കർ 7 എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ ആദ്യം കാണുന്ന ഈ വിൻഡോയെ ടെംപ്ലേറ്റ്സ് വിൻഡോ എന്നാണ് പറയുന്നത്. പേജ്മേക്കറിലെ വിവിധ തരം ടെംപ്ലേറ്റ്സ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കാറ്റഗറി എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് പലതരത്തിലുള്ള ടെംപ്ലേറ്റ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. പേജ്മേക്കറിലെ ഓപ്ഷൻസ് എല്ലാം പഠിച്ചതിന് ശേഷം ഈ ടെംപ്ലേറ്റ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് പേജ്മേക്കറിന്റെ വർക്ക് സ്പേസ് എൻവയോൺമെന്റ്. ഇതിന്റെ ഏറ്റവും മുകളിലായി അഡോബ് പേജ്മേക്കർ 7 എന്ന് എഴുതിയിരിക്കുന്ന ഈ നീല നിറത്തിലുള്ള ബാറിനെ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. ടൈറ്റിൽ ബാറിന്റെ വലതുഭാഗത്തായി മിനിമൈസ്, റീസ്റ്റോർ, ക്ലോസ് എന്നീ ബട്ടണുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ടൈറ്റിൽ ബാറിന് താഴെയായി കാണുന്ന ഫയൽ, എഡിറ്റ്, ലേഔട്ട്, ടൈപ്പ് തുടങ്ങിയ മെനൂസ് അടങ്ങിയ ഈ ബാറിനെ മെനു ബാർ എന്നാണ് പറയുന്നത്. മെനു ബാറിന് താഴെയായി കാണുന്ന ഈ ബാറിനെ സ്റ്റാൻഡേർഡ് ടൂൾ ബാർ എന്നാണ് പറയുന്നത്. നമ്മൾ പേജ്മേക്കറിൽ കൂടുതലായി ഉപയോഗിക്കുന്ന ഓപ്ഷൻസിന്റെ എല്ലാം ഷോർട്ട് കട്ടുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വർക്ക് സ്പേസിന്റെ ഇടതുഭാഗത്തായി കാണുന്ന ഈ ബോക്സിനെ ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. ടൂൾ ബോക്സിന് നമുക്ക് ഈ നീല നിറത്തിലുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം മൂവ് ചെയ്യാവുന്നതാണ്. പേജ്മേക്കറിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ വിവിധ തരത്തിലുള്ള ടൂളുകൾ നമുക്ക് ഈ ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ടൂൾ ബോക്സ് നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ വിൻഡോ മെനുവിലെ ഹൈഡ് ടൂൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും ടൂൾ ബോക്സ് ലഭിക്കണമെങ്കിൽ വിൻഡോ മെനുവിലെ ഷോ ടൂൾസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. വർക്ക് സ്പേസിൽ ഇവിടെ കാണുന്ന ഈ ബോക്സിനെ കൺട്രോൾ പാലറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ പേജ്മേക്കറിൽ ഉപയോഗിക്കുന്ന ടൂളുകളുടെ എല്ലാം വിവിധ രീതിയിലുള്ള കൺട്രോളുകൾ നമുക്ക് ഈ പാലറ്റിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ കൺട്രോൾ പാലറ്റ് നമുക്ക് ഈ നീല നിറത്തിലുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആവശ്യാനുസരണം മൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ കാണുന്ന ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഈ കൺട്രോൾ പാലറ്റ് ക്ലോസ് ആവുന്നതാണ്. വീണ്ടും കൺട്രോൾ പാലറ്റ് ലഭിക്കണമെങ്കിൽ വിൻഡോ മെനുവിലെ ഷോ കൺട്രോൾ പാലറ്റ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ടൂൾ ബോക്സിനെ കുറിച്ചും കൺട്രോൾ പാലറ്റിനെ കുറിച്ചുമെല്ലാം നമുക്ക് വരും ഭാഗങ്ങളിൽ വിശദമായി പഠിക്കാം. ഇവയെക്കുറിച്ചെല്ലാം പഠിക്കുന്നതിനായി നമുക്ക് ആദ്യം ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഫയൽ മെനുവിലെ ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതല്ലാതെ കീബോർഡിൽ കൺട്രോൾ N എന്ന് പ്രസ് ചെയ്താലും നമുക്കൊരു ന്യൂ ഡോക്യുമെന്റ് ലഭിക്കുന്നതാണ്. ഇത് രണ്ടും കൂടാതെ ഇവിടെ സ്റ്റാൻഡേർഡ് ടൂൾ ബാറിൽ ന്യൂ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഫയൽ മെനുവിലെ ന്യൂ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡോക്യുമെന്റ് സെറ്റപ്പ് എന്ന ഒരു വിൻഡോ ലഭിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റ് സെറ്റപ്പിൽ ഇവിടെ ആദ്യം പേജ് സൈസ് എന്ന ഈ ഓപ്ഷനിൽ നമുക്ക് ഇഷ്ടമുള്ള പേജ് സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് പല രീതിയിലുള്ള പേജുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ A3, A4, A5 ഇങ്ങനെ പലതരത്തിലുള്ള പേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏറ്റവും താഴെയായി കസ്റ്റം എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള സൈസിലൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി ഡൈമെൻഷൻസ് എന്ന ഈ ഓപ്ഷനിൽ വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ
ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഇതിന്റെ യൂണിറ്റ് മില്ലിമീറ്ററിലായിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ A4 എന്ന ഈ സൈസിലൊരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഓറിയന്റേഷൻ എന്ന ഈ ഓപ്ഷനിൽ ടോൾ, വൈഡ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ടോൾ എന്നതാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. നമുക്കിപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടോൾ എന്ന ഈ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഡോക്യുമെന്റ് സെറ്റപ്പിൽ ടോൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ ഒരു പോർട്രേറ്റ് രീതിയിലുള്ള ന്യൂ ഡോക്യുമെന്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ ഡോക്യുമെന്റ് ഹൈറ്റ് വൈസിലുള്ളതാണ്. നമുക്കിനി വീണ്ടും ഡോക്യുമെന്റ് സെറ്റപ്പ് സെലക്ട് ചെയ്ത് അതിലെ വൈഡ് എന്ന ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. വീണ്ടും ഡോക്യുമെന്റ് സെറ്റപ്പ് സെലക്ട് ചെയ്യുന്നതിനായി ഫയൽ മെനുവിലെ ഡോക്യുമെന്റ് സെറ്റപ്പ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കിപ്പോൾ ഇവിടെ വൈഡ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ന്യൂ ഡോക്യുമെന്റ് ലഭിച്ചിരിക്കുന്നത് ലാൻഡ്സ്കേപ്പ് രീതിയിലുള്ളതാണ്. അതായത് ഈ ഡോക്യുമെന്റ് വിഡ്ത് വൈസിലുള്ളതാണ്. നമുക്കിനി വീണ്ടും ഡോക്യുമെന്റ് സെറ്റപ്പ് സെലക്ട് ചെയ്ത് അതിലെ മറ്റ് ഓപ്ഷൻസ് പഠിക്കാം. ഇവിടെ നമുക്ക് വീണ്ടും ടോൾ എന്ന ഈ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെയുള്ള ഡബിൾ സൈഡഡ്, ഫേസിംഗ് പേജസ് തുടങ്ങിയ ഓപ്ഷൻസ് പിന്നീട് പഠിക്കാം. ഇതിന് താഴെയായി നമുക്ക് നമ്പർ ഓഫ് പേജസ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇപ്പോൾ 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ 5 എന്ന് എൻ്റർ ചെയ്യാം. നമ്പർ ഓഫ് പേജസിന്റെ നേരെയായി സ്റ്റാർട്ട് പേജ് എന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇവിടെ നമുക്ക് ഏത് പേജാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. സാധാരണയായി ഫസ്റ്റ് പേജ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇതുകൂടാതെ നമുക്ക് ഏത് പേജ് വേണമെങ്കിലും ഇവിടെ സ്റ്റാർട്ട് പേജായി എൻ്റർ ചെയ്യാവുന്നതാണ്. നമുക്ക് 1 തന്നെ ഇവിടെ എൻ്റർ ചെയ്യാം. ഇനി ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നമുക്ക് ന്യൂ ഡോക്യുമെന്റ് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ താഴെയായി 1 മുതൽ 5 വരെ പേജുകളും നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് പേജ് സെലക്ട് ചെയ്തപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഒരു പേജ് മാത്രമേ ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. എന്നാൽ സെക്കൻഡ് പേജ് സെലക്ട് ചെയ്തപ്പോൾ 2, 3 എന്നിങ്ങനെ 2 പേജുകളും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇതുപോലെ 2 പേജുകളും ഡിസ്പ്ലേ ചെയ്യേണ്ടെങ്കിൽ വീണ്ടും ഡോക്യുമെന്റ് സെറ്റപ്പിലെ തന്നെ ഡബിൾ സൈഡർ എന്ന ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്താൽ മതി. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ പേജ് വീതമായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡോക്യുമെന്റ് സെറ്റപ്പിലെ മാർജിൻസ് എന്ന ഈ ഓപ്ഷനെ പരിചയപ്പെടാം. ഇവിടെ മാർജിൻസിൽ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കുമുള്ള മാർജിൻസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓപ്ഷൻസിൽ ഡബിൾ സൈഡർ എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ആവുകയാണെങ്കിൽ ഇൻസൈഡ്, ഔട്ട്സൈഡ്, ടോപ്പ്, ബോട്ടം ഇങ്ങനെയായിരിക്കും വരിക. ഇവ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. മാർജിൻസിൽ ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് 25 മില്ലിമീറ്ററും ടോപ്പ് 20യും റൈറ്റ്, ബോട്ടം എന്നിവയും 20 മില്ലിമീറ്റർ ആണ്. നമുക്കിപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് മാർജിൻസ്. നമുക്കിനി ഡോക്യുമെന്റ് സെറ്റപ്പിൽ ഈ മാർജിൻസിലുള്ള ഈ അളവുകൾ ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 25 എന്നുള്ളത് 50 എന്നാക്കാം. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ മാർജിന്റെ വിഡ്ത്ത് കൂടിയതായി കാണാം. ഇങ്ങനെ നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും മാർജിൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ്. ഇവിടെ ടാർഗറ്റ് ഔട്ട്പുട്ട് റെസൊല്യൂഷൻ എന്ന ഈ ഓപ്ഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൽ ബിറ്റ്മാപ്പ് ഇമേജസും മറ്റുമുണ്ടെങ്കിൽ അവയുടെ ക്ലാരിറ്റിയാണ്
ഈ റെസല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയലിൽ ബിറ്റ്മാപ്പ് ഇമേജസും മറ്റുമുണ്ടെങ്കിൽ അവയുടെ ക്ലാരിറ്റിയാണ് ഈ റെസല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിന്റിംഗ് ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഡോക്യുമെന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റെസല്യൂഷൻ 300 dpi എങ്കിലും വേണ്ടതാണ്. dpi എന്ന് വെച്ചാൽ ഡോട്ട് പെർ ഇഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള റെസല്യൂഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറുമായി പ്രിന്ററുകൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കമ്പോസ്ഡ് പ്രിന്റർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്കവയെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഏത് പ്രിന്ററിലേക്കാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡോക്യുമെന്റ് സെറ്റപ്പിൽ ആവശ്യമായ വാല്യൂകളെല്ലാം എൻ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഒരു ന്യൂ ഡോക്യുമെന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ വിൻഡോയിൽ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും 2 റൂളേഴ്സ് നമുക്ക് ലഭ്യമാണ്. ഇവ ഉപയോഗിച്ച് നമുക്ക് കൃത്യമായി അളവുകൾ എടുക്കുവാൻ സാധിക്കും. അതിനായി റൂളറിന്റെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഒരു ലൈൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വെർട്ടിക്കലായുള്ള ഈ റൂളറിൽ നിന്നും നമുക്കൊരു ലൈൻ ഇതുപോലെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപയോഗിച്ച് നമുക്ക് കൃത്യമായ രീതിയിൽ ഒരു പേജിൽ ഒബ്ജക്റ്റുകൾ അലൈൻ ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഈ റൂളറിൽ മില്ലിമീറ്ററിലാണ് അളവുകൾ കൊടുത്തിട്ടുള്ളത്. ഇത് ചേഞ്ച് ചെയ്യുന്നതിനായി ഫയൽ മെനുവിലെ പ്രിഫറൻസസ് എന്ന ഈ ഓപ്ഷനിലെ ജനറൽ എന്ന ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ മെഷർമെന്റ് ഇൻ മില്ലിമീറ്റേഴ്സ് എന്നതാണ് ആക്റ്റീവായിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇഞ്ചസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ വെർട്ടിക്കൽ റൂളർ എന്ന ഈ ഓപ്ഷനിലും ഇഞ്ചസ് എന്നത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ റൂളേഴ്സിൽ ഇപ്പോൾ ഇഞ്ചസ് എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഡോക്യുമെന്റ് സെറ്റപ്പിലും ഇഞ്ചസിലായിരിക്കും യൂണിറ്റ് കൊടുക്കുക. യൂണിറ്റ് ഈ രീതിയിലല്ലാതെ റൂളറിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. റൂളറിന്റെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് വരും ഭാഗങ്ങളിൽ വിശദമായി പഠിക്കാവുന്നതാണ്. റൂളർ നമുക്ക് ആവശ്യമില്ല എങ്കിൽ വ്യൂ മെനുവിലെ ഹൈഡ് റൂളേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. റൂളർ ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ലൈൻസിനെ ഗൈഡ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഇവയും നമുക്ക് ആവശ്യമില്ല എങ്കിൽ വ്യൂ മെനുവിലെ ക്ലിയർ റൂളർ ഗൈഡ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, സാധാരണയായി ഡീഫോൾട്ട് സെറ്റിംഗ്സിൽ പേജ് മേക്കറിൽ ഒരു ന്യൂ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്താൽ ഈ രീതിയിലായിരിക്കും നമുക്ക് ലഭിക്കുക. ഈ വ്യൂവിനെ ഫിറ്റ് ഇൻ വിൻഡോ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് വ്യൂ മെനുവിൽ ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ ഫിറ്റ് ഇൻ വിൻഡോ എന്ന ഈ ഓപ്ഷനാണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ ഫിറ്റ് ഇൻ വിൻഡോ എന്ന ഈ സൈസിൽ നിന്നും ആക്ച്വൽ സൈസിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. നമുക്കിപ്പോൾ ആക്ച്വൽ സൈസിലേക്ക് ചേഞ്ച് ചെയ്യാം. പേജിന്റെ യഥാർത്ഥ സൈസിനെയാണ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. ഈ ആക്ച്വൽ സൈസിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളൊരു വർക്ക് ചെയ്യേണ്ടത്. പേജിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും കാണുന്നതിനായി ഈ സ്ക്രോൾ ബാർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തും നമുക്ക് ആക്ച്വൽ സൈസ്, ഫിറ്റ് ഇൻ വിൻഡോ എന്നിവ സെലക്ട് ചെയ്യാവുന്നതാണ്.